ജയറാം, ജഗതി, ഇന്ദ്രൻസ് തുടങ്ങി പ്രേക്ഷകപ്രിയ താരനിര ഒന്നിച്ച മാജിക് ലാമ്പ് എന്ന ചിത്രത്തിലെ എവർഗ്രീൻ കോമഡി ഹിറ്റ്. മുത്തശ്ശ, എനിക്ക് മടുത്തു. ഈ ചന്ദ്രസേനന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശ എല്ലാം കാണുന്നില്ലേ? അനുപമ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ബെൽറ്റ് പോകുമ്പോ തട്ടുന്നേരെ ഞാൻ ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. അയാൾ ഇവിടെ കയറി വിലസുന്നതിന്റെ ഉത്തരവാദി താനാ. ഞാനോ? ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. വക്കീല പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധം വേണം, ബോധം. ക്ഷമിക്കണം, എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. ഓ, അപ്പൊ ബുദ്ധിയില്ല, ബോധമില്ല. ആരെന്ത് പറഞ്ഞാലും സത്യാവസ്ഥ എനിക്കറിയാമല്ലോ. എനിക്ക് നിന്നെ വിശ്വാസമാണ്. അല്ല, നമുക്ക് എല്ലാവർക്കും കുറച്ചു നാളെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാ മനസ്സിനൊരു ആശ്വാസം കിട്ടിയേനെ. എങ്കിലും എന്റെ വീട്ടിൽ വന്ന് നിന്നുള്ളൂ. അനുവിനൊരു മുൻപരിചയമാവും. നാട്ടുകാരും ചന്ദ്രസേനെ പിന്നെയും സഹിക്കാം, നിന്റെ തള്ള സഹിക്കാനാ പാട്. എന്റെ കല്യാണത്തോട് അമ്മ പേര് നിർത്തും. പേരല്ല, പോര്. അതൊരിക്കലും നടക്കില്ല. ഈ വയസ്സാം കാലത്ത് തനിക്ക് ആര് പെണ്ണ് തരാനാ? പതുക്കെ പറ മുത്തച്ഛ. അന്ന് ജോലിക്ക് പോയിരുന്നെങ്കില് ഇനിയിപ്പോ ആലോചിച്ചിട്ട് എന്താ കാര്യം? സമയം തീർന്നിട്ടില്ല. ജോയിൻ ചെയ്യാൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞ മൂപ്പരനുസരിക്കും. കൊച്ചുമോളുടെ ആഗ്രഹമല്ലേ, സമ്മതിക്കും മുത്തച്ഛ. പ്ലീസ്. നാളെ തന്നെ പുറപ്പെടാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. താങ്ക്സ് പറയേണ്ടത് എനിക്കാണ്. മിസ്റ്റർ, എന്നോട് പ്രതികാരം ചെയ്യാനല്ലേ താൻ ഈ മാവിന്റെ ചോട്ടില് മേലോട്ട് നോക്കി കിടക്കണത്? ബസ്സിൽ പിടിച്ചു നിൽക്കാതെ മാഡത്തിനെ കസരയിട്ട് കൊടുക്കണോ? നടക്കില്ല. നടക്കണ്ട, ഇരിക്കാം. വാശി മേനോൻ മഠത്തിലെ അനുപമയുടെ അടുത്ത് നടക്കില്ലെന്നാ പറഞ്ഞത്. അനുപമയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അതായത് എന്നെ. അതിലാരൊക്കെ ബലിയാടുകളായി പോയി. ഞാനല്ല, താൻ. എനിക്കതിൽ കുറ്റബോധമില്ല. തന്റെ ഈ ഇരിപ്പ് എനിക്കിപ്പോ ഹെൽപ്പായി. നാളെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യും, എയർ ഹോസ്റ്റസ് ആയിട്ട്. ഗുഡ് ബൈ. മുറിക്കോ? ഈ മാ മുറിച്ചോണ്ട് പോയ സ്ഥലം ഇടാൻ നോക്ക. കാലനല്ല, ലാലൻ. ഓ, ലാലനെങ്കിൽ ലാലൻ. നീ ഒന്ന് ആ പെണ്ണ് തന്റെ ലൈനാണല്ലേ? വളർത്തു നാഹിയെ പോലെ വാലാട്ടിയുള്ള നടത്തവും വേലക്കാരന്റെ പെരുമാറ്റം കണ്ടപ്പോ തോന്നി. ആ തോന്നല് ശരിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്റെ ബീവിയാണ്. ബീവി നമ്പർ 1. അവളുടെ ആഗ്രഹം പോലെ ഹണിമൂൺ യൂറോപ്യൻ കൺട്രീസിലാണ്. ഞങ്ങൾ പറക്കും. അവള് ജോലിക്ക് പോയാലേ തന്റെ സ്വപ്നമെല്ലാം പറക്കും. ഭൂകമ്പം പോലെ തകരും. അതിനാകാശത്ത് ഭൂകമ്പം നടക്കില്ലല്ലോ. ഈ പൈലറ്റുമാരുടെ സ്വഭാവം ഒന്നും എനിക്ക് അറിയില്ല മോനെ. ചില പൈലറ്റുമാര് അവളെ വിമാനം പൊക്കുന്ന പോലെ പൊക്കും, പിന്നെ നിലം തൊടിക്കില്ല. നല്ല ബെസ്റ്റ് പീസ് അല്ലേ? ആകാശത്തായതുകൊണ്ട് ഈ ചോറും പറയില്ല. അതോടെ അവൾ ആരുടെയോ ബീവി നമ്പർ 1, താൻ പൊട്ടൻ നമ്പർ 1. നാളെ എത്ര മണിക്കാ യാത്ര? 10 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം. 12-ന് കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ്. നീ ആ ഫ്ലൈറ്റിന് പോകുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ. നിനക്ക് എന്നെ വേണോ ജോലി വേണോ? ജോലി. ലാലേട്ടൻ പറയുന്നതേ അനുസരിക്കൂ. ലാലേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അതിപ്പോഴും ഇഷ്ടാ. ലാലേട്ടനെ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? എന്നെയോ? അല്ല, മോഹൻലാലിനെ. ആ ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ലാലേട്ടൻ തെറ്റിദ്ധരിച്ചു അല്ലേ? സോറി. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. മിസ്റ്റർ, നിങ്ങളെ വിവാഹം ചെയ്യാൻ ഞാൻ അത്രയ്ക്ക് വലിയ വിഡ്ഢിയാണോ? അതിനെന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? ദേ, ഇനി ഇതിന്റെ പേര് കരഞ്ഞോണ്ടിരിക്കല്ലേ. 100 കൂട്ടം പണിയുള്ളതാ. എന്റെ ടിക്കറ്റ് ഓക്കെ ആക്കണം, ബാഗൊക്കെ പാക്ക് ചെയ്യണം. ഓക്കെ? കഷ്ടം. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. മാവ് കാണുമ്പോഴാ കൊറേ കാലായി നമ്മളിങ്ങനെ നടത്തി കൊതിപ്പിക്കണേ. എന്തായാലും എന്റെ മോനെ ഇന്ന് ഞാൻ ഉറപ്പിക്കും. അതിനാണ് ഇന്നത്തെ വരവ്. അല്ല, ഒന്നും കൂടി വാ. വക്കീലില്ല ഇവിടെ? വക്കീലിനെ വരെ അന്വേഷിക്കില്ലല്ലോ എന്റെ പണി. എന്താ അത്ര ചൂട്? എന്താ പറഞ്ഞേ? അല്ല, ഇന്ന് എന്താ അത്ര ചൂട് എന്ന് ചോദിക്കായിരുന്നു. വക്കീലേ, ഇന്ന് 2-1 അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്താ പറഞ്ഞ? നാട്ടിൽ വേറെ മാവില്ലാഞ്ഞിട്ടല്ല ഞാനിവിടെ ഇങ്ങനെ കയറി ഇറങ്ങണേ. കഴിഞ്ഞ മാസം ഞാനൊരു സ്വപ്നം കണ്ട് ഈ മാവ് പറഞ്ഞു വീണ്ടും നിങ്ങൾ മയ്യത്തായിന്ന്. പേടിപ്പിക്കാതെ കാര്യം പറയണോ? കാര്യം പറയാൻ എപ്പോ ഇവിടെ വന്നാലും ഇവിടെ ഒരു ചർച്ചല്ലേ. ചർച്ചയും ഒരു ഒടുക്കത്തെ ഒരു ആലോചന. നാട് മുടിക്കണ മന്ത്രിമാർക്കില്ല എത്ര വലിയ ആലോചന. മാവ് മേടിക്കാൻ നടന്ന് നാട്ടുകാർ ഇപ്പൊ മാമുക്കോയ എന്നുള്ള മാവും കോയെന്നാക്കി മാറ്റി. എന്നാ മാവുക്കോയ വില പറ.
വില പറഞ്ഞ് കയറ്റി മാവിനിപ്പോ തേക്കിന്റെ വിലയായി. എന്നാലും ഒരു മോഹ വില 5000 രൂപ ഒറ്റയ്ക്ക് കയറ്റിക്കോളി. നിങ്ങൾ ഇവിടെ ഒന്ന് മുട്ടിക്ക്. എവിടെ? ഇതവിടെ. എന്ത്? ഇതാണ് ഉറപ്പിക്കല്. ഓഹോ. ഇനി ഇതില് വേറെ ആർക്കും കമ്മീഷൻ ഇല്ല. നിങ്ങൾ കാരണവരെ കൊണ്ട് ഒന്ന് ഒപ്പിടിച്ചേർന്നു. അതൊക്കെ വേണോ? വേണം. ഒരു അഗ്രിമെന്റ്. പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന വീടല്ലേ, പെട്ടെന്ന് ആരെയും തട്ടിപ്പോയത് പറ്റിപ്പോവില്ലേ? ഇവിടുത്തെ 2 മണ്ടന്മാര് തട്ടിപ്പോയാലും ചന്ദന മുട്ടിക്കേ കത്തിക്കൂ. എന്നാലും ഒരു ഉറപ്പിന് ഇതൊരു അഡ്വാൻസ്. എന്നാ താൻ പോയി എന്താ വെച്ചാൽ എഴുതിക്കൊണ്ടാ ഒപ്പ് അല്ല, ഞാനതൊക്കെ എഴുതി ക്ലിയർ ആക്കിയിട്ടാണ് വന്നത്. പോക്കറ്റ് വെച്ചോണ്ട് നിന്നാ മതി, എനിക്ക് തരണ്ടായോ? ഒപ്പ് ഓടിച്ചേരാ. ഹലോ, എന്നെ മനസ്സിലായില്ലേ? പിന്നെ ഇവിടുത്തെ അനുഭവം നശിപ്പിച്ച ആളല്ലേ? അയ്യോ, അപ്പന്റെ ഫാനാണല്ലേ? ഏത് കറിക്കായിരിക്കുന്നത്? പുളിശ്ശേരിക്ക്. അയ്യയ്യേ, പുളിശ്ശേരിക്ക് ഇങ്ങനെയാണ് അരക്കുന്നത്. ഇനി മറിക്ക്. അയ്യോ. ഈ കറിക്കരയ്ക്കുമ്പോഴേ ഈ ദേഹം മുഴുവൻ ഇങ്ങനെ ഗ്ലങ്ക് ചിക്കൻ ആടുന്നില്ല. കൈ മാത്രം ഇങ്ങനെ ആടിയാ പോരെ. ഞാനാ സേനൻ. എപ്പോ വന്നു? ദാ ഇപ്പൊ വന്നുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളല്ലേ വിശേഷം ഉണ്ടാക്കണ ആള്. ഏതോ ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. നല്ല ചൊണയുള്ള ആമ്പിള്ളേര് ഇതിലപ്പുറം ചെയ്യും. സൂക്ഷിക്കേണ്ടത് പെമ്പിള്ളേര്. അത് തന്നെ. ഇവിടുത്തെ പെണ്ണിന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായത്. സത്യത്തിൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ ആരാധകരാ. പിന്നെ പെണ്ണിന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? തലകറക്കോ വല്ലതും? ഐ, പച്ചമാങ്ങയും പുളിയൊക്കെ ചോദിച്ചു കാണുമല്ലോ. ഐ, ഛർദല്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഈ സമയത്ത് പൂക്കുലാതെ ലേഹ്യം വളരെ നല്ലതാ. ഈ ജീപ്പ് എടോ വക്കീലേ, ഇതാരുടെ ജീപ്പാ? മഹേന്ദ്ര കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഞാൻ എൻക്വയറി ചെയ്തിട്ട് വരാം. വരൂ. അല്ലെ വരണ്ട. അരപ്പ് മതിയായോ നോക്കി. സോറി. ഇതാരത്? രാജാപ്പാട്ട് രംഗവരെയോ കൊടുകൈ? നിനക്കിവിടെ എന്താ കാര്യം? ഞാനേ ഈ അരപ്പിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. ഹെൽപ്പ് ചെയ്യാൻ താനാര്? മിക്സി? അല്ലല്ല, ഗ്രൈൻഡർ. എന്താ മുളവ് നിന്നോട് ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പടി ചവിട്ടി അല്ലല്ലോ, ഞാൻ ജീപ്പിലാണല്ലോ ഇങ്ങോട്ട് വന്നത്. അരപ്പ് മതിയായെങ്കിലേ നിങ്ങളുടെ കോരി എടീ, കേറി പോകത്ത്. ഇവനൊന്നും നോക്കിയാ നീ എല്ലാം നശിച്ചു പോകും. ചുമ്മാ ഇറങ്ങി പോടാ വെളിയില്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊന്നുകളയും ഞാൻ. എന്തോ കൊല്ലണോ? വേണോ? കൊല്ലം കത്തി വേണോ? വേണോ? തനിക്ക് വേണോടോ? ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ മാവുകളൊക്കെ ഞാൻ വാങ്ങിയിരിക്കുക. മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ? ഇനി എത്ര ആഗ്രഹിച്ചാലും തനിക്ക് മാവ് കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ വിറ്റുപോയി. സോറി. ഓഹോ, പോയാ മാവ് പോയാ? തർക്കം വേണ്ട വക്കീലേ. ഈ മാവൊക്കെ പൊന്നും വിലർത്തി നമ്മൾ മേടിച്ച ഈ സാറിന് വേണ്ടി. പോക്കറ്റം എന്റെ പണിക്കാരനാ. ഞാനൊരു മാവ് വെച്ചോടക്കാരനൊന്നുമല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാലും ഒരു രസം. ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ. ഈ പണി പാളും മക്കളെ. തൽക്കാലം ഞങ്ങൾ ഈ മാവുകൾ വിൽക്കുന്നില്ല. അഡ്വാൻസ് മേടിച്ചിട്ട് വാക്ക് മാറ്റി പറഞ്ഞാലുണ്ടല്ലോ. ആ വാക്ക് ഞങ്ങള് മാറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ തല മാറ്റാൻ പറ്റുമോ? വാക്കല്ലേ മാറ്റാൻ പറ്റൂ? വാക്ക് മാറ്റിയ നാക്ക് കാണില്ല. അയ്യോ, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കാരണം ഒരു പ്രശ്നത മാവ് തന്നെ. ഞാൻ ആഗ്രഹിച്ച മുതലായത് അതല്ല ഇതും കൊണ്ടേ ഞാൻ പോകൂ. അതിനു മുമ്പ് തന്നെ പോലീസുകാർ. അതുകൊണ്ടല്ലേ ഞാൻ എഗ്രിമെന്റ് ഒപ്പിടിച്ച് വാങ്ങിച്ചത്. ഏത് എഗ്രിമെന്റ്? ഇതാ ഈ അഗ്രിമെന്റ്. വായിച്ചു കൊടു സേന. മേൽപ്പറഞ്ഞ മാവുകൾ 6 മാസത്തിനകം വെട്ടിക്കൊണ്ടു പോയാ മതി. മാവിന്റെ വേര് മുതൽ തല വരെ മേടിച്ചാളിന്റെ അവകാശമാണ്. തായ്വേര് വീടിന്റെ അടിത്തറ ഇളക്കുമല്ലോ വക്കീലേ. ബാക്കി വായി തീർന്നില്ല. മാവിന്റെ തണലിൽ വിശ്രമാവകാശം, മാവിന്റെ പൂർണ്ണ ശുശ്രൂഷാവകാശം, മാവിന്റെ അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കാൻ അതിനകത്തൊരു മുറി. അപ്പൊ പിന്നെ വീട്ടിനകത്തും കയറാം. പിന്നെ കുട്ടിയുടെ മുറി ഫ്രീ ആയിരിക്കോ? കുറച്ച് മാങ്ങ പഴിപ്പിക്കാൻ വെക്കാനാ. വക്കോലിട്ട് ചാക്കിട്ട് മൂടി തീയിട്ടിട്ട് ഇങ്ങനെ. താങ്ക് യു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്റെ ഇത്രയും വർഷത്തെ അഭിഭാഷക വൃത്തികടയിൽ ഇത്രയും വൃത്തികെട്ട ഒരു കരാർ ഞാൻ ആദ്യമായി കാണുകയാണ്. എന്താണോ വക്കീല് എന്ത്? ഇതൊക്കെ വായിച്ചു നോക്കാതെ ആണോ താൻ ഒപ്പിടിച്ചത്? മുത്തച്ഛ, എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട. ഈ കരാറ് പ്രകാരം ഇനി ഒരു 6 മാസക്കാലത്തേക്ക് ഞാൻ ഈ വീടിന്റെ കോർണർ ടു കോർണർ കയറി ഇറങ്ങി കുട്ടിയുടെ ബെഡ്റൂമിലെ കട്ടിലിൽ കയറി നിരങ്ങി പൂണ്ട് വിളയാടില്ലേ ഞാൻ. അയ്യോ, ഈ സമയത്ത് ദേഹം ഇട്ടിങ്ങനെ ഒലക്കരുത്. പോയി റെസ്റ്റ് എടുക്കൂട്ടി. ഈ സമയത്ത് ഈ കുട്ടിയോട് മിണ്ടാനുള്ള അവകാശം ഈ കരാറി പറഞ്ഞിട്ടില്ല. അവകാശം ഉണ്ടല്ലോ. എങ്ങനെ? പിന്നെ വെറുതെയാണോ ഗോവയിൽ വെച്ച് ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്നിട്ട് നമുക്ക് സുപ്രീം കോടതി. എങ്ങനെയുണ്ട് കള എന്റെ വില്ലകളി? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇത് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഹലോ,
വക്കീലല്ലേ? അടിക്കടാ, ഇവനെ അടിക്കടാ. എന്താ സാർ? ഐ ആം വിക്രം ദാദ ഫ്രം മുംബൈ. ദാദയ്ക്ക് ഇത് മതിയോ? നമ്മളെ ആരുടെ പക്ഷത്താ നിൽക്കണ്ടേ? അടി കൊള്ളാത്ത പക്ഷത്ത്. അപ്പൊ ഞാനോ? നീ മുങ്ങാൻ നോക്ക്. അത്രക്ക് ഭീരുവല്ല ഞാൻ.